കഴിയുന്നതും സർക്കാർ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ രോഗികളെ നിലത്ത് കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ. ഞാൻ ഇന്ന് ചില പത്രങ്ങളിൽ, ഇന്ന് യഥാർത്ഥത്തിലുള്ളതുകൊണ്ട് ചില പത്രങ്ങൾ ഇവിടുത്തെ പല ആശുപത്രികളുടെയും ചിത്രങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ അതിൻ്റേതായിട്ട് ഗൗരവത്തിൽ കാണുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇപ്പോഴത്തെ ഒരവസ്ഥ, ഞാൻ കോഴിക്കോട് ജില്ലയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇവിടെ ജയന്ത് പറഞ്ഞാൽ ഞാനിവിടെ വർഷങ്ങൾ ജനപ്രതിനിധിയായിരുന്നാണ്. ഇപ്പോൾ ഇവിടുത്തെ അവിടെ ബീച്ച് ആശുപത്രി എനിക്ക് തോന്നുന്നത് മുറിവിനെ മരുന്ന് വെച്ച് കെട്ടാൻ മാത്രമേ അവിടെ ഇപ്പോൾ ആൾക്കാർ പോകുന്നു. ബാക്കിയെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് പോകാം. ചുമയും പനിയും വന്നാൽ മെഡിക്കൽ കോളേജ്, ഛർദി വന്നാൽ മെഡിക്കൽ കോളേജ്, എങ്ങനെയല്ലോ മുറിവ് വന്നാൽ വെച്ച് കെട്ടാൻ മാത്രം ബീച്ച് ആശുപത്രി. ഇതിന് പറഞ്ഞ് മാനന്തവാടിയിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജ്. ഞാൻ പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന് പറയരുത്. ചിലരൊക്കെ വാശിക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. ഇന്നിപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ സ്ഥലമില്ല. ഇപ്പൊ സംസ്ഥാന സർക്കാർ 28 ഏക്കർ വനഭൂമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്തെല്ലാം വനഭൂമിയാണ്. 28 ഏക്കർ വനഭൂമി സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കാൻ വേണ്ടി ഫോറസ്റ്റിനോട് അപേക്ഷിച്ചിരിക്കുക. ഫോറസ്റ്റ് പറയുന്നത് ഇത്രയും ഏക്കർ വനഭൂമി പകരം ഞങ്ങൾക്ക് തന്നാൽ പരിഗണിക്കാം. പക്ഷെ അതിന് കേന്ദ്രത്തിന്റെ പെർമിഷൻ കൂടെ വേണം. ഞങ്ങൾ 28 ഏക്കർ റവന്യൂ ഭൂമി വനം വകുപ്പിന് കൈയേറാൻ, അല്ല അവർക്ക് കൈമാറാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. 28 ഏക്കർ റവന്യൂ ഭൂമി. അത് സംബന്ധിച്ച് DMA ഒക്കെ ഇതിൽ അദ്ദേഹത്തിന് അറിയാൻ കൂടുതൽ. അതെന്ത് വന്നാലും ഞങ്ങൾ കൈമാറാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയേ തീരൂ എന്ന് ഞങ്ങൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് സംസ്ഥാനം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്നലെ പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന് കൈമാറിക്കൊണ്ടു. ഇനിയിപ്പോൾ അവരുടെ പെർമിഷനാണ് ആവശ്യം.